എന്തായാലും അവിടെ രമേശ് ചെന്നിത്തല വന്നു എന്ന് തോന്നുന്നു. ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയോടൊപ്പം വി എസ് രഞ്ജിത്തും കുറച്ച് നടക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ രഞ്ജിത്ത് നമുക്ക് വരാം. എന്തായാലും രഞ്ജിത്ത് കുറച്ച് പ്രതികരണങ്ങളൊക്കെ നമുക്ക് തരേണ്ടി വരും. നമുക്ക് വീണ്ടും കാണാം രഞ്ജിത്ത്. താങ്ക് യു. തീർച്ചയായിട്ടും നമുക്ക് നടക്കാം, അദ്ദേഹത്തോടൊപ്പം നടക്കാം. രാജ്യത്തിനെതിരെയുള്ള ഭീകരവാദത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യില്ലെന്നും ഇത്തരത്തിൽ ഏതെങ്കിലും സംഭവങ്ങളോ ശ്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി അധികാരികളെ അറിയിച്ചു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ രാജ്യത്തെ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കൽ എൻ്റെ കർത്തവ്യമാണെന്നും ആ കർത്തവ്യം മരണം വരെയും ഞാൻ തുടരുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. നമ്മുടെ നടത്തം ആരംഭിക്കുകയാണ്. ഇവിടെ സ്ഥിതി എല്ലാവരും സ്ഥാപിക്കുക. അത് കഴിഞ്ഞ് വിശിഷ്ടാതിഥികൾ മുമ്പിലടക്കും. മുഴുവൻ കോൺഗ്രസ് പാർട്ടി നേതാക്കളും പ്രവർത്തകരും അവരെ പുറകിൽ മാത്രമേ നടക്കാൻ പാടുള്ളൂ. സാമൂഹ്യ പ്രവർത്തകരും ആത്മീയ നേതാക്കൾ, സാംസ്കാരിക നായകന്മാർ, കലാകാരന്മാർ ശ്രീ രമേശ് ചെന്നിത്തലയോടൊപ്പം മുമ്പിലാണ് ചേരുന്നത്. ഓക്കെ, ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. അതിന്റെ ഭാഗമായാണ് കോഴിക്കോട് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വാക്കത്തോൺ നടക്കുന്നത്. മതസാമുദായിക സാംസ്കാരിക രംഗത്തെ സിനിമാ പ്രവർത്തകർ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്.